വീട്ടിൽ അബൂഅയ്യൂബ് റളിയല്ലാഹുവിന്റെ ഭാര്യയെ 3 പേരെയും കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. കാരണം ആരാ വരുന്നത്? ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരാ വരുന്നത്. നബിമാരെ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ നബിമാരെക്കാളും ശ്രേഷ്ഠത, എല്ലാ നബിമാരെക്കാളും അഫ്ദലുൽ ബശർ സയ്യിദുൽ അംബിയാഇ വർ-റുസുൽ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞ ഒരാളില്ല. ബഹുമാനപ്പെട്ട സാദി ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി നബി തങ്ങളെ പോയെന്ന് പറഞ്ഞു, നബിയെ തങ്ങളെ എന്ത് പുകഴാനാണ്? ഞങ്ങളെ കൊണ്ട് തങ്ങളെ പുകഴാൻ സാധിക്കില്ല. ഞങ്ങൾ ഇത്രയും പറഞ്ഞ് നിർത്തുക. അല്ലാഹു കഴിഞ്ഞാൽ തങ്ങളാണ് ഏറ്റവും വലിയ മഹാൻ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹു സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠം സയ്യിദുൽ ഖലായിഖ്. ബാക്കി കൂടുതൽ പറഞ്ഞിരിക്കാൻ ഇപ്പോൾ സമയമാണ്. ഒരാള് നബിസ്വല്ലാഹു, പിന്നെ ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബിമാരെ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠം ഉമർ റളിയല്ലാഹു അൻഹു. നബിമാരെ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ രണ്ടാമൻ. അപ്പൊ ഈ 3 പേരും ആരാ? ഈ 3 പേരുമാണ് അബൂഅയ്യൂബ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എവിടെ പോയി? ഭർത്താവും ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂഅയ്യൂബ് റളിയല്ലാഹുവിന്റെ ഭാര്യയോട്, ഞങ്ങളെ തോട്ടത്തിലേക്ക് പോയതാണ്, ഇപ്പോഴും വരും എന്ന് വലിയ ഒരു പതറലോടുകൂടി പറഞ്ഞു. നബിതങ്ങളും ഈ മഹാന്മാരായ 2 പേരും എങ്ങാനും പോയി കളയുമോ, ഭർത്താവ് ഇവിടെ ഇല്ലാത്തതിന്റെ പേരിൽ എങ്ങാനും പോയി കളയുമോ എന്നുള്ള വിഷമത്തിൽ, പോകരുതേ എന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പോഴും വരും നബിയെ, ഇപ്പോഴും വരും. എന്നിട്ട് പോയി വീട്ടിന്റെ പുറകിൽ കൂടെ ഇറങ്ങിപ്പോയി തോട്ടത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. വേഗം വിളിച്ചോണ്ട് വന്നു. അപ്പോ അബൂഅയ്യൂബ് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ നിന്ന് ആ ഈത്തപ്പഴത്തിലുള്ള പച്ചക്കൊലയും പഴുത്ത കൊലയും പാതി പഴുത്തതും എല്ലാം കൂടെ ഒടിച്ച് വിറക്കി കൊണ്ടുവന്നു. വലിയ ധൃതിയിൽ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സാഹിബൈനി അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു 3 പേരുടെയും മധ്യത്തിൽ വെച്ചു. ഇതെന്തിനാണ് ഈ പച്ചയെല്ലാം കൊണ്ടുവന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിലർക്ക് പച്ച ഇഷ്ടപ്പെടും, ചിലർക്ക് പഴം ഇഷ്ടപ്പെടും, ചിലർക്ക് പാതി പഴുത്തത് ഇഷ്ടപ്പെടും. ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്നുള്ള നിലയിൽ എല്ലാം കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. റളിയല്ലാഹു അൻഹു ഇവരെ 3 പേരെയും കണ്ടിട്ട് പറഞ്ഞ സന്തോഷാധിക്യത്താൽ പറഞ്ഞു, മൻ അക്രമു അളിയാഫൻ മിന്നിയല്ലോ, ഇന്നത്തെ ദിവസം ഇത്രയും വലിയ മഹാന്മാരായ ആളുകൾ അതിഥിയായി തന്റെ വീട്ടിൽ വന്നവൻ ലോകത്ത് ആരാളുള്ളത്? ഈ ബഹുമതി കിട്ടിയവർ ഇന്ന് ലോകത്ത് ആരാളുള്ളത്? എന്റെ വീട്ടിലാണല്ലോ ഇന്ന് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ എല്ലാം കൊണ്ടും അങ്ങേയറ്റം വാഴ്ത്തപ്പെടേണ്ട, മഹത്വം കൽപ്പിക്കപ്പെടേണ്ട മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ 2 പേരും വന്നത് എന്ന് സന്തോഷത്തോടെ പറഞ്ഞേച്ച് ഒരു കത്തിപ്പെടുത്തിക്കൊണ്ട് വീട്ടിന്റെ പുറകിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ്, പാല് കറക്കുന്ന ആരെയെങ്ങാനും പിടിച്ച് അർത്ഥിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്നത്തെ കാലത്ത് ഒരാണോ ഒരു ഒട്ടകമോ ഒക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അതാണ് അവരുടെ ആശ്രയം. ആ കറന്ന ആ പാല് കാലത്തെ ഒരു പ്രാവശ്യം, വൈകുന്നേരം ഒരു പ്രാവശ്യം, 2 നേരത്തേക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു നേരം കുടിച്ച് വെച്ച് കിടന്നോളും. അതേ ഉള്ളൂ ആഹാരം. ഒട്ടകമാണെങ്കിൽ ഒട്ടകം, ആടാണെങ്കിൽ ആട്. അപ്പൊ പാല് കറക്കുന്ന ആളുണ്ടെങ്കിൽ അതിനെ ഇപ്പൊ അർത്ഥം പിന്നെ പിള്ളേർക്ക്, വീട്ടിലുള്ളവർക്ക് ആ വിശപ്പടക്കാൻ, കടുത്ത വിശപ്പടക്കാൻ വേറെ വഴിയില്ലാതെ അറക്കാനുള്ള ആടിനെ അറക്കണ്ടെന്ന് പറഞ്ഞു. ചെയ്തു വന്നത് അബൂഅയ്യൂബ് റളിയല്ലാഹു കേൾക്കും. അദ്ദേഹം പോയി ആടിനെ അറുത്തു കൊടുത്തു. ഭാര്യയോട് റൊട്ടി ചുടാൻ പറഞ്ഞു. വേഗം ആഹാരം പാകപ്പെടുത്തി ആ ഈത്തപ്പഴമെല്ലാം ഓരോന്നെടുത്ത് തിന്ന് കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ കൊണ്ടുവന്നു ചൂടായ റൊട്ടിയും ചൂടായ ഇറച്ചിക്കറിയും കൊണ്ട് 2 പാത്രത്തിലായിട്ട് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ആ റൊട്ടിയിൽ നിന്നും 2-3 റൊട്ടി എടുത്ത് അതിന്റെ മുകളിൽ ആ കൊണ്ടുവന്ന കറി അല്പം കോരി വെച്ചിട്ട് പറഞ്ഞു അബൂഅയ്യൂബ് റളിയല്ലാഹു അൻഹുവിനോട്, ഇതിനെ കൊണ്ടുപോയി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കൊടുത്തിട്ട് വാ. അവിടെയും അവർ 3 ദിവസമായി ഒന്നും കഴിക്കാതെ പട്ടിണിയിലാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗവർമാരെ 4-ാമത്തെ ആളാരാണ്? പെണ്ണുങ്ങൾക്കെല്ലാം നേതാവാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹുവിന്റെ ഭാര്യയാണ്. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാരുടെ ഉമ്മയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഹത്വം എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരം. സയ്യിദത്തുൽ നിസാഇ അഹ്ലിൽ ജന്ന,
സഹോദരന്മാരെ, അവിടെയുള്ള കുട്ടികളാരാ? സയ്യിദ ഷബാബ് അഹ്ലിൽ ജന്ന, സ്വർഗവാസികളായ ആണുങ്ങളുടെ പേരാണ്. സഹോദരന്മാരെ, എല്ലാരും പട്ടിണിയാണ്. 3 ദിവസം അവിടെയും ആഹാരം ഇവരും കഴിച്ചിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൊട്ടി ഇറച്ചി പിച്ചെടുത്ത് മായിൽ വെച്ചിട്ട് പറഞ്ഞു, 3 ദിവസത്തിൽ ഈ വായിലേക്ക് ചെല്ലുന്ന ആദ്യത്തെ ആഹാരമാണ് ഇത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.